ഹലോ ഗായ്സ്, വീണ്ടും ക്രിസ്മസിന് സമ്മാനമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. വേറെ ഒന്നും അല്ലട്ടോ മക്കളെ. സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സാധാരണ പരീക്ഷയ്ക്ക് എല്ലാ തവണയും 8 മാർക്കിന് വരുന്ന ചോദ്യം. എത്ര മാർക്കിനാ? 8 മാർക്കിന് വരുന്ന ചോദ്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ 8 മാർക്കിന്റെ ചോദ്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ നമുക്ക് വീഡിയോക്ക് പോവാം. അപ്പോൾ സാന്റാക്ലോസ് അവിടെ നിൽക്കട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ക്രിസ്മസ് എക്സാമിന് ഇത്തവണയും വരാൻ ചാൻസ് ഉള്ള കൂടുതലുള്ള ക്വസ്റ്റ്യൻ ആണ് ഒജീവ് വരക്കാനുള്ളത്. ഓക്കെ, ഒജീവ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ഒജീവ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സാധാരണ നമ്മൾ വരച്ച് പഠിച്ചതാണ് ഇങ്ങനെ ഇങ്ങനെ വരച്ച് പഠിച്ചാണല്ലേ. ഒജീവിന്റെ ഷേപ്പ് ഇങ്ങനെ പോവാന്ന് പറഞ്ഞിട്ട് വരച്ച് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ സാധാരണ ചോദിക്കുന്ന ഒജീവിന് സാധാരണ പേര് മാറ്റിയിട്ട് ഒരു ചോദ്യം വരാറുണ്ട്. അത് അസാധാരണമായിട്ടാണ് വരാറുള്ളത്. അതിന്റെ പേരാണ് ഫ്രീക്വൻസി. ഓക്കെ, ഫ്രീക്വൻസി കർവ് എന്ന് എല്ലാവരും വിചാരിക്കും, പക്ഷെ അതല്ല. ഏതാണിത്? ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. എന്താണ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് കേട്ടോ. അപ്പോൾ മറക്കണ്ട, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്ന പേരിലും ഈ ചോദ്യം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മുൻപിൽ വന്നേക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടി എഴുതുന്നത്. എന്ത്? ഫ്രീക്വൻസി കൂട്ടി എഴുതിയിട്ട് ഒരു കർവ് വരക്കണത് എന്താണ്? ഫ്രീക്വൻസി കർവല്ല, അത് നമ്മുടെ ഒജീവാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, വേജും അതേപോലെ നമ്പർ ഓഫ് പേഴ്സൺസ് തന്നിട്ടുണ്ട് അല്ലേ. അതായത് കൂലി വാങ്ങുന്ന ആൾക്കാരും അതുപോലെ നമ്പർ ഓഫ് പേഴ്സൺസ് അത് കിട്ടുന്ന ആൾക്കാരും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും വരുന്ന ക്ലാസ് വാല്യൂസിനാണ് സാധാരണ നമ്മൾ ഒജീവ് വരക്കാറുള്ളത് അല്ലേ. അപ്പോൾ അത് വെച്ച് നമുക്ക് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ ഫസ്റ്റ് നമുക്ക് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. വേജ്, അതായത് 30,000 മുതൽ 40,000 രൂപ വരെ വാങ്ങുന്ന 5 പേരുണ്ട്. 40,000 മുതൽ 50,000 വരെ വാങ്ങുന്ന 10 പേരുണ്ട്. 50,000 മുതൽ 60,000 വരെ വാങ്ങുന്ന 20 പേര്. 60,000 മുതൽ 70,000 വരെ വാങ്ങുന്ന 15 പേര്. 70,000 മുതൽ 80,000 രൂപ വരെ വാങ്ങുന്ന 7 പേര്. 80,000 മുതൽ 90,000 വരെ രൂപ വാങ്ങുന്ന 3 പേര്. ഇങ്ങനെയാണ് ഒരു ഗ്രാമത്തിലുള്ള ആളുകളുടെ ശമ്പള രീതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്ന നോക്കാം. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവാണ് നമ്മൾ വരക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവാണ്. അപ്പോൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് വരക്കാൻ നമുക്ക് എന്ത് വേണം? ലെസ് ദാൻ ക്യുമുലേറ്റീവ് ടേബിൾ വേണം. അതിനിവിടെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരച്ചിട്ടുണ്ട്, അഥവാ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കിട്ടി എന്നൊരു ഡൗട്ട് ഇപ്പം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതാണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കട്ടോ. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. അതായത് നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് വെക്കണേ. നമുക്ക് തുടങ്ങുന്ന 30-ലല്ല തുടങ്ങുന്നത്. തുടങ്ങുന്നത് 30-ലാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാം 30, 40, 50, 60, 70, 80, 90, 100. നമുക്ക് 100 വരെ വേണ്ട, മാക്സിമം എത്ര മതി? 90 വരെ മതി അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ വന്നിരുന്ന ഫ്രീക്വൻസികൾ നമുക്ക് കൊടുക്കാം. എത്രയ്ക്ക് ഫ്രീക്വൻസി വന്നിട്ട് 5, 10, 20, 15, 7, 3 അല്ലേ. 5, 10, 20, 15, 7, 15, 7, 3 അല്ല. ആ 100നെ നമുക്ക് വായിച്ച് കളയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും അല്ലേ. അപ്പം നമുക്ക് ആ കൺഫ്യൂഷൻ വരുന്നത് നമ്മൾ തന്നെ നമുക്കായിട്ട് നമുക്കൊരു കുഴി തോണ്ടണമെന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കാം. ഓക്കെ, ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് വേണ്ട, പക്ഷെ കുഴപ്പമില്ല. ലൈൻസ് എങ്ങനെയായാലും കുഴപ്പമില്ല, കോൺസെപ്റ്റ് മനസ്സിലായാൽ മതി. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് ക്ലാസ്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെ വിടുക നോക്കി. നമ്മൾ പറഞ്ഞു വെച്ച പോലെ ഫസ്റ്റ് ക്ലാസ്സിൽ ആരൊക്കെ വിടും? 40-ന്റെയും 30-ന്റെയും ഇടയിലുള്ള ഫ്രീക്വൻസിയാണ്, അതായത് നമ്മുടെ 5 മാത്രമാണ് ഇതിൽ വിടുക അല്ലേ. ഇനി സെക്കൻഡ് ക്ലാസ് നമ്മൾ എടുക്കുമ്പോൾ ആരൊക്കെയാണ്? 50-നും 40-നും ഇടയിലുള്ളതാണ്. അതിലാരെ വിടുക? ഈ പറഞ്ഞിരിക്കുന്നത് 10 മാത്രമാണ് വിടുക. പക്ഷേ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പറഞ്ഞാൽ ഫ്രീക്വൻസി കൂട്ടി എഴുതാൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കണമെങ്കിൽ എന്താണ്? ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പറഞ്ഞാൽ ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴെ അല്ലേ. ലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറവ് അല്ലെങ്കിൽ താഴെ എന്നൊക്കെയാണ് മീനിങ്. അപ്പോൾ ഒന്നിൻ്റെ താഴത്തേക്കുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു ക്ലാസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ക്ലാസ്സിൻ്റെ എപ്പോഴും അപ്പർ ലിമിറ്റ് എടുക്കാൻ വേണ്ടത്. ഓക്കെ, അപ്പോൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് നമുക്ക് എന്താ വേണ്ടത്? ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് നമുക്ക് വേണ്ടത് ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് എടുക്കാൻ വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ ക്ലാസ്സിൻ്റെയും അപ്പർ ലിമിറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. അപ്പോൾ ഓരോ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് വെക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റാണ് 40 അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 40 കിട്ടിക്കഴിഞ്ഞു. ഇനി 40-ന്റെ താഴത്തേക്ക് വരുന്ന വാല്യൂ എത്രയേ ഉള്ളൂ? ആകെ ഒരു 5 മാത്രമേ ഉള്ളൂ. ആ 5 നമ്മളിവിടെ ആദ്യം എഴുതി വെച്ചു. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് നമുക്കിവിടെ 5 കിട്ടുന്നത്. ഇനി അടുത്ത ക്ലാസ്, രണ്ടാമത്തെ ക്ലാസ് എത്രയാണ്? 40 to 50 ആണല്ലേ. അപ്പോൾ അതിൻ്റെ അപ്പർ ലിമിറ്റ് എത്രയാണ്? 50 ആണ്. 50-ന്റെ താഴെയുള്ള ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ അതൊക്കെ വരും ഈ 10 പെടും 5 പെടും. അതെങ്ങനെയാണ് സാറേ വരിക? അപ്പോൾ 5 ഓൾറെഡി മറ്റേതിൽ വന്നു കഴിഞ്ഞില്ല, 30-40-ന്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ സംഗതി സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ജസ്റ്റ് ഞാൻ ഒരാളെ 3 ആൾക്കാരെ ഞാൻ വരച്ചേക്കാം. 3 പേരെ ഞാൻ ഇവിടെ വരച്ച് വെക്കുന്നു. ഇനി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇയാളുടെ ഹൈറ്റ് 150 സെൻറ്റിമീറ്റർ, ഇയാളുടെ ഹൈറ്റ് 160 സെൻറ്റിമീറ്റർ, ഇയാളുടെ ഹൈറ്റ് 170 സെൻറ്റിമീറ്റർ. ഓക്കെ, ഫസ്റ്റത്തെ ആളുടെ പേര് എ,
ബി സി 3 പേരെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ബി യേക്കാൾ ഉയരം കുറവാണ് എ എന്ന് പറയുന്ന ആക്കില്ലേ. അതിനർത്ഥം സി എന്ന് പറയുന്ന ആളെ വെച്ച് നോക്കുമ്പോൾ ബിക്കും എക്കും ഉയരം കുറവാണ്. 2 പേർക്കും എന്താണ് ഇവിടെ ഉയരം കുറവാണ് അല്ലേ. അതുപോലെയാണ് നമ്മൾ പറയുന്നത് ഏറ്റവും കൂടുതൽ ഉയരമുള്ളത് 170 ആണ്. അതിന് 170 സെന്റിമീറ്റർ ഉയരമുള്ള സി എന്ന് പറയുന്ന ആളാണ്. അതിന് താഴെയാണ് 2 പേരും വരുന്നത് അല്ലേ. ഇനി ബിയും എയും വെച്ച് നോക്കുമ്പോൾ ആർക്കാണ് ഉയരം കുറവ്? ഏറ്റവും കുറവ് എ എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ഈ ക്ലാസിന്റെ കാര്യം ഇങ്ങനെ എടുത്തു പോകുന്നത്. അപ്പോൾ ഓരോന്നിന്റെ താഴത്തേക്ക് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നമ്മൾ ബാക്കിയുള്ളതിനെ കൂടി കൂട്ടണം. അതായത് സി എന്ന് പറയുന്ന വ്യക്തിയുടെ താഴെയുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞിരിക്കുന്ന എയും ബിയും എന്ന് മനസ്സിലാക്കുന്ന പോലെ വേണം നമ്മളിവിടെ കണക്ക് കൂട്ടിയെടുക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഇനി അടുത്തത് എത്രയാണ്? 60ന്റെ താഴെ അല്ലേ. 60ന്റെ താഴെ വരുമ്പോൾ എത്ര വരും? 20 + 10 + 5 20 10 30 35 35. അങ്ങനെയാണ് ഈ 15 കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ 35 കിട്ടുന്നത്. ഇനി അടുത്തത് 70 ആണല്ലേ. 70ന്റെ താഴെ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഈ 35ലേക്ക് ഒരു 15 കൂടി 35 15 എത്ര വരും? 50 വരും. ഡൗട്ട് ഇല്ല, നമുക്ക് 50 വരും, നമുക്ക് കൃത്യമായിട്ട് എഴുതാം. ഇനി അതുപോലെ 80ന്റെ താഴെ എന്ത് ചെയ്താൽ മതി? ഈ 50ലേക്ക് ഒരു 7 കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 57 എന്ന് കിട്ടും. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് 90ന്റെ താഴത്തേക്ക് ഈ 57ലേക്ക് ഒരു 3 കൂടി കൂട്ടിയാൽ നമുക്കവിടെ കിട്ടും 60 എന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിന്റെ വാല്യൂ ഓരോ ക്ലാസ് കഴിയുന്തോറും കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, വാല്യൂസ് എന്ത് ചെയ്യും? വാല്യൂസ് അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ജസ്റ്റ് എന്ത് ചെയ്യുക, അതൊന്ന് മൈൻഡിലേക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾ വാല്യൂസ് എന്ത് ചെയ്യും? അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. 5 15 35 50 57 60. ഓക്കെ, ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് വരിക? മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരിക. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ നേരത്തെ എടുത്ത അപ്പർ ലിമിറ്റ് ആണെങ്കിൽ ഇവിടെ എന്താ എടുക്കുക? ലോവർ ലിമിറ്റ് ആണ് നമ്മൾ എടുക്കുക. ഓരോ ക്ലാസ്സിൻ്റെയും ലോവർ ലിമിറ്റ് ആണ് എടുക്കുക. എന്ന് വെച്ചാൽ എന്താണ്? ഒന്നിനേക്കാൾ കൂടുതലല്ല നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ലോവർ ലിമിറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് നമ്മൾ നേരത്തെ വരച്ചിരുന്ന പോലെ ലൈൻ വരച്ച് നോക്കാം. 30 then 40 50 60 70 80 90 വാല്യൂസ് ഒക്കെ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഫ്രീക്വൻസി കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ. ഫ്രീക്വൻസി എത്രയായിരുന്നു? 5 പിന്നെ 10 അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. യെസ്, 10 20 20 15 7 3. ഇനി നമ്മളോട് പറയുന്നത് മോർ ദാൻ എന്ന് പറയില്ല, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്ന് പറയും, അല്ലെങ്കിൽ എന്താ പറയുക? മോർ ദാൻ എന്നും പറയാറുണ്ട്. അപ്പോൾ മോർ ദാൻ അല്ലെങ്കിൽ കൂടുതൽ എന്നാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ക്ലാസ് എന്ന് പറയുന്നത് 40 30ന്റെ ഇടയിൽ വരുന്നല്ല ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ ഈ ഫസ്റ്റ് ക്ലാസ്സിൽ 30ന്റെ മുകളിൽ എന്ന് പറഞ്ഞിട്ട് എടുക്കുക. കാരണം എന്താണ്? ഓരോ ക്ലാസ്സിൻ്റെയും ലോവർ ലിമിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സിൻ്റെയും ലോവർ ലിമിറ്റ് എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് 30ന്റെ മുകളിൽ വരുന്ന സംഖ്യകളാണ് ഈ പറഞ്ഞത് മുഴുവനും 30ന്റെ മുകളിലേക്ക് വരുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ എത്രയാണ് അത് വരിക? ഈ ടോട്ടൽ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ആദ്യം നമ്മൾ എഴുതി കഴിഞ്ഞു എത്രയാണ്? 60 ആണെന്ന് എഴുതി കഴിഞ്ഞു അല്ലേ. അതേ എമൗണ്ട് നമ്മളിവിടെ എഴുതുന്നു 60 എന്ന് എഴുതുന്നു. ഇനി അടുത്ത ക്ലാസ് 40 50 എന്നുള്ളതാണ്. അതാണ് നമ്മുടെ സെക്കൻഡ് ക്ലാസ്. ഇതിൽ ഏറ്റവും ലോവർ ലിമിറ്റ് ഏതാണ് വരുന്നത്? 40 ആണല്ലേ. അപ്പോൾ 40ന്റെ മുകളിലേക്ക് എന്ന് പറയുമ്പം ഈ 5 ഒഴിവാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എത്ര വരും? ഈ പറഞ്ഞിരിക്കുന്ന 60 -5 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഉത്തരം 55 എന്ന് കിട്ടും. 55 എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ ക്ലാസ്സിലാകുമ്പോൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ പറയുന്ന 40 വെട്ടിക്കഴിഞ്ഞു 50 60 എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുക? തേർഡ് ക്ലാസ്സിൽ നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് വേണ്ട? ഈ 10ഉം വേണ്ട. അപ്പോൾ എന്ത് ചെയ്യുന്നു? 55ൽ നിന്ന് 10 കൂടി വെട്ടുന്നു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു? 55ൽ നിന്നും 10 കൂടി വെട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 45 ഉത്തരം വരിക അല്ലേ. ഇനി അതേപോലെ ഓരോ ക്ലാസ്സിൽ നമ്മൾ പോകുന്നു. നാലാമത്തെ ക്ലാസ്സിലേക്ക്, ഫോർത്ത് ക്ലാസ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ 60 ആണല്ലേ. അപ്പോൾ 60ന്റെ താഴത്തേക്കുള്ള 20 നമ്മൾ വെട്ടിക്കളയുന്നു. കാരണം മുകളിലേക്കുള്ള വാല്യൂ മാത്രം മതി. കാരണം മോർ ദാൻ എന്നല്ല പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അതിൻ്റെ മുകളിലേക്കുള്ള വാല്യൂ മാത്രം മതി. ബാക്കിയെല്ലാം വെട്ടിക്കളയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ 45ൽ നിന്ന് ഒരു 20 കൂടി വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 25 ഉണ്ടാവുള്ളൂ. 45 - 20 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 25 വരുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ക്ലാസ് അല്ലേ, അഞ്ചാമത്തെ ക്ലാസ്സിലാണ്. ഫിഫ്ത്ത് ക്ലാസ്സിലെ ഏറ്റവും ചെറിയ വാല്യൂ 70 ആണ്. അതിൻ്റെ തൊട്ട് താഴെ ഒരു 15 കൂടി വെട്ടിക്കളഞ്ഞാൽ എത്രയായി? ഈ പറഞ്ഞ 25 15 കൂടി വെട്ടിയാൽ ബാക്കി എത്ര ഉണ്ടാവും? 10 വരുള്ളൂ. നോക്കാം നമുക്ക്. 25 - 15 = 10. അങ്ങനെയാണ് ഈ 10 കിട്ടുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മൾ നോക്കുക ഈ പറഞ്ഞിരിക്കുന്ന ആറാമത്തെ ക്ലാസ്. ഓക്കെ, ആറാമത്തെ ക്ലാസ്സിൽ ഏറ്റവും ചെറിയ വാല്യൂ 80 ആണ്. 80ന്റെ മുകളിലേക്ക് എന്തില്ല? 3 മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ വാല്യൂ നമ്മൾ വെട്ടിക്കളയും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ അവസാനം വന്നിരുന്ന 10ൽ നിന്ന് നമ്മളൊരു 7 കൂടി കുറക്കുന്നു അല്ല. 7 വെട്ടിക്കളഞ്ഞ അവസാനം അതുകൂടി കുറച്ച് നമുക്ക് കിട്ടും 3 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങളോട് മനസ്സിലാക്കേണ്ട കാര്യം, മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവിലാണെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന വാല്യൂസ് എന്ത് ചെയ്യും? വാല്യൂസ് അങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും.
വാല്യൂസ് നേരത്തെ ലെസ് ദാനിൽ വാല്യൂസ് കൂടുകയായിരുന്നെങ്കിൽ ഇവിടെ വാല്യൂസ് അങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ഒരു ബന്ധം എപ്പോഴും കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ വളരെ ഈസിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ചിത്രം വരക്കാം കേട്ടോ. ഇനി ചിത്രം വരക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് എങ്ങനെ കിട്ടിയെന്നാണെങ്കിൽ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മൾ അതിനാദ്യം ചെയ്തു വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം നമുക്ക് വേണ്ടത് സിമ്പിളായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നോർമലി നമ്മളൊരു എക്സ് ആക്സും വൈ ആക്സും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിൽ എന്ത് മാർക്ക് ചെയ്യണം, വൈ ആക്സിൽ എന്ത് മാർക്ക് ചെയ്യണം ഡൗട്ടുള്ളവർക്ക് വേണ്ടി പറയുകയാണ്. എക്സ് ആക്സിൽ നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സും കൊടുക്കുന്നു അതുപോലെ വൈയും കൊടുക്കണം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എക്സ് ആക്സിൽ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ക്ലാസിൻ്റെ ഫ്രീക്വൻസികൾ കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, 0, 10, 20, 30, 40, 50, 60, 70, 80, 90, ദെൻ 100. ഓക്കെ, 110 അങ്ങനെയൊക്കെ പറഞ്ഞു പോകാം, കുഴപ്പമില്ല, നമുക്ക് ഇത്രയും മതി. ഇനി അടുത്ത എത്രയാണ് മാക്സിമം നമുക്ക് വന്നിരിക്കുന്ന ഫ്രീക്വൻസി 60 ആണല്ലേ. അപ്പോൾ നമുക്ക് 5 വെച്ച് കൊടുക്കാം അല്ലേ. 5, 10, 15, 20, 25, 30, 35, 40, 45, 50, 55, 60. മാക്സിമം വരുന്ന 60 വരെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് വേണ്ട പോയിന്റ്സുകൾ ജസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരുമ്പോൾ 40 നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. 40 എത്രയായിരുന്നു ഫ്രീക്വൻസി? 5 ആയിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, 40 നമ്മുടെ ഫ്രീക്വൻസി ജസ്റ്റ് 5 ആയിരുന്നു. ആ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞു അല്ല, 40 5 ആയിരുന്നു മാർക്ക് ചെയ്തു. ആദ്യം നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യണം, എന്നിട്ടാണ് വരയ്ക്കേണ്ടത് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം, 50 എത്രയായിരുന്നു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി? 15 ആയിരുന്നു അല്ലേ, അത് മാർക്ക് ചെയ്തു. അപ്പോൾ 50 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയായിരുന്നു? 15 ആയിരുന്നു. അതും ഞാനൊരു ഏകദേശം പോയിന്റ് വെച്ച് മാർക്ക് ചെയ്തു. നിങ്ങൾ ചെയ്യുമ്പോൾ സ്കെയിൽ വെച്ചിട്ടുണ്ടോ ചെയ്യാൻ, വളഞ്ഞു പോകരുത്. ഏകദേശം ഞാനിവിടെ ബോർഡിൽ കാണിച്ചിട്ടാണ്, സ്കെയിൽ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യാൻ. ഇനി അടുത്തത് 60 ആണല്ലേ. 60 എത്രയാണ് വന്നത്? 35 ആണ്. 60 35 ആണ് വന്നത്. അപ്പം 60 വന്നത് നമുക്ക് 35 ആണ് നമുക്ക് വന്നത്. അത് നമ്മൾ ഏകദേശം പോയിന്റ് ഇട്ട് മാർക്ക് ചെയ്തു. ഇനി അടുത്ത എത്രയാണ്? 70 നമുക്ക് വന്നത് 50 ആണല്ലേ. 70 നമുക്ക് വന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയായിരുന്നു? 50 ആയിരുന്നു. അപ്പോൾ 70 നമുക്ക് വന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് 50. അതുകൂടി ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി 80 നമുക്ക് വന്നിട്ടുണ്ടല്ലേ. നമുക്ക് എന്തുണ്ട്? 80 വന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 57, 90, 60 ആണ്. അപ്പം 80 വന്നത് 57 ആണ്. ഏകദേശം നമ്മുടെ പോയിന്റ് ഇവിടെ വരും. ഇനി 90 60 ആണ്. അതൊരു ഏകദേശം ഇവിടെയും വരും. അല്ല, ഇത്രയും പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് എന്ത്, വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് ചെയ്യേണ്ടത്. പോയിന്റ്സുകൾ പരസ്പരം സ്കെയിൽ വെച്ചിട്ട് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, സ്കെയിൽ യൂസ് ചെയ്ത് കൂട്ടി യോജിപ്പിക്കുക. ഓക്കെ, സ്കെയിൽ യൂസ് ചെയ്ത് കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് നമ്മൾ കൂട്ടി യോജിപ്പിച്ചു. ഇനി ഇതെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയില്ലേ ഒരു ക്ലാസ് തുടങ്ങിയത് എവിടുന്ന 40 നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യുന്ന ക്ലാസ് തുടങ്ങുന്നത് 30. അപ്പോൾ എന്ത് ചെയ്യുക, നേരെ പോയിന്റ് നീട്ടി 30 എത്തിക്കുക. ഓക്കെ, 30 എത്തിക്കുക. ജസ്റ്റ് ആ ലൈൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിൻ്റെ കർവിലേക്ക് വരാം. അതിൽ ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുന്നത് 30 എന്നാണ് തുടങ്ങുന്നത്. 30 എത്രയാണ് ഫ്രീക്വൻസി? 60 ആണ് അല്ലേ. അപ്പോൾ 30 ഫ്രീക്വൻസി എത്രയായിരുന്നു? 30 ഫ്രീക്വൻസി എന്ന് പറയുന്നത് 60 ആയിരുന്നു. നമ്മളത് മാർക്ക് ചെയ്യുന്ന പച്ച കളറിലാണ് കേട്ടോ. 30 ഫ്രീക്വൻസി 60 ആയിരുന്നു. അത് വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തു 60. ഇനി അടുത്ത എത്രയാണ്? 40 ഫ്രീക്വൻസി എത്രയാണ്? 55 ആണല്ലേ. 40 ഫ്രീക്വൻസി 55 ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പോയിന്റും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത എത്രയാണ്? അടുത്തത് 50 ഫ്രീക്വൻസി 45 ആണ്. 50 ഫ്രീക്വൻസി എത്രയാണ്? 45 ആണ് വന്നത്. അപ്പോൾ 50 നമ്മൾ മാർക്ക് ചെയ്ത് 45 എന്ന് കൊടുത്തു അല്ലേ. ഇനി അടുത്തത് നമുക്ക് വരുന്നത് എത്രയാണ്? 60 ഫ്രീക്വൻസി 25 ആയിരുന്നു. 60 ഫ്രീക്വൻസി എത്ര വരുന്നത്? വെറും 25 മാത്രം വന്നല്ലേ. അപ്പോൾ 60 ഫ്രീക്വൻസി വെറും 25 ആണ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് 70 ഫ്രീക്വൻസി വെറും 10 ആണ് വന്നത്. 70 ഫ്രീക്വൻസി എത്ര വന്നത്? വെറും 10 മാത്രമാണ് വന്നത്. അത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി 80 ഫ്രീക്വൻസി അത് എത്ര വന്നത്? 7 ആണ് വന്നത്. 80 ഫ്രീക്വൻസി 3 ആണ് വന്നത്. 80 ഫ്രീക്വൻസി 3 മാത്രമാണ് വന്നത്. 3 എന്ന് പറയുമ്പോൾ വളരെ കുറവാണല്ലേ. ഈ ഒരു പോയിന്റിലാണ് വന്നത്. ഇത്രയും പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പോയിന്റുകൾ നേരത്തെ യോജിപ്പിച്ച പോലെ കൂട്ടി യോജിപ്പിക്കുകയാണ് വേണ്ടത്. ഓക്കെ, സ്കെയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്നു. വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. അതിനുശേഷം നമ്മുടെ ക്ലാസ് എൻഡ് ചെയ്യുന്നത് എവിടെയെന്ന് നോക്കുക. നമുക്കറിയാം ക്ലാസ് എവിടെ എൻഡ് ചെയ്യുന്നത്? നമുക്കറിയാം 90 എൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പോയിന്റിൽ നമ്മൾ നേരെ ടച്ച് ചെയ്ത് 90 എത്തിക്കുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, നമ്മുടെ ഒജീവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളോട് അവസാനം ഇതിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഒജീവിൽ സാധാരണ നമ്മൾ കണക്ട് ചെയ്യാറുള്ളത് മോഡാണ്. ആണോ?
അല്ല, മീഡിയൻ ആണ്. മീഡിയൻ ആണ് നമ്മൾ സാധാരണ ഒജീവിൽ കണക്ട് ചെയ്യാറുള്ളത്. മീഡിയൻ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒജീവ് ഉപയോഗിക്കാറുണ്ട്. ആ ഒരു ലോജിക്ക് വെച്ച് നമ്മളോട് ഇവിടെ മീഡിയൻ കൂടി മാർക്ക് ചെയ്യാൻ പറയും. അപ്പം മീഡിയൻ മാർക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇത് രണ്ടും കൂട്ടിമുട്ടിയ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ നേരെ താഴത്തേക്ക് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നതായിരിക്കും എന്ത് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മീഡിയൻ കണ്ടുപിടിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഇങ്ങനെയാണ് നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ ശ്രദ്ധിക്കണേ, നമ്മൾ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ആദ്യം ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ലെസ് ദാനിൽ കണ്ടു, പിന്നെ അത് മോർ ദാനിൽ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഗ്രാഫ് കൂടി വരച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും അഷ്വറായിട്ട് നിങ്ങൾക്ക് തരുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ 5 മാർക്ക് മുതൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരെയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് മാർക്ക് ഇടാം. അതെങ്ങനെ 8 മാർക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം കൂടി വരുമ്പോൾ നമുക്കത് 8 മാർക്കിൻ്റെ ലെവലിലേക്ക് പോകാറുണ്ട്. അപ്പോൾ മിനിമം നിങ്ങൾക്ക് 5 മാർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കും. അപ്പോൾ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പഠിക്കാം. വീണ്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. 2-3 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് ഇനി ചോദ്യം ചെയ്യാൻ ഇതേ ചോദ്യം വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഏത് ക്ലാസ്സും അതേപോലെ ഫ്രീക്വൻസി വരും. നോക്കണേ, ഏതൊരു ക്ലാസ്സിലും അതേപോലെ ഏതൊരു ഫ്രീക്വൻസി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാം. ഒജീവ്സ് ഏതൊരു ക്ലാസ്സും ഫ്രീക്വൻസി ഉള്ള ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കർവ് നമുക്ക് അവസാനം കിട്ടുന്നത് നോക്കിയേ, നമ്മൾ വരച്ച അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ലെവൽ നമുക്ക് കിട്ടും. അത്രയുള്ള സംഗതി ചെയ്യേണ്ടത്. നിങ്ങൾ വളരെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ, അടുത്തൊരു ലൈവിൽ, അടുത്തൊരു പുതിയ എപ്പിസോഡിൽ കാണുക എന്ന് പറയുന്നതിന് പകരമായിട്ട് അടുത്തൊരു ഷുവർ ക്വസ്റ്റ്യൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ സൽസബിൻ PS signing out from EduBoard. Bye.